കാറ്റത്തെ കിളിക്കൊണ്ടേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സുധീഷും നിധിയും വിഷമിച്ച് കാറിൽ കയറി. നിധി പറഞ്ഞു, ഇനി ഒന്നും ട്രൈ ചെയ്യണ്ട, ഇതോടെ എല്ലാം അവസാനിപ്പിക്കാം. ഒന്നും നടക്കാൻ പോകുന്നില്ല. മരിക്കും വരെ ഒരടയാളവുമില്ലാത്ത ഒരാളായിട്ട് ഞാൻ ജീവിച്ചോളാം. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്? എന്തെങ്കിലും നടന്നോ? സർട്ടിഫിക്കറ്റ്സ് എടുക്കാൻ പറ്റിയില്ല, ആധാർ കാർഡ് എടുക്കാൻ പറ്റിയില്ല, ജോലിക്ക് പോകാൻ പറ്റിയില്ല. ആകെ ലോക്കായി പോയതുപോലെ. ഈ ഒരവസ്ഥ ആർക്കും ഉണ്ടാകാൻ പാടില്ല സുധീഷേ. ഇത് കേട്ട് സുധീഷ് പറഞ്ഞു, എനിക്ക് ഇയാളുടെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാകും കേട്ടോ. ഇതൊരു അവസാനമായി കാണരുത്. ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു വഴിയുണ്ടാകും. സാരമില്ല, അത് വിട്ടേക്ക്. അറിയാവുന്ന വഴികളൊക്കെ നമ്മൾ നോക്കി. ആ വഴികൾ തന്നെ നെറ്റിലുള്ളതും. അതിനു മേലെ ഇനി ആര് പറയാൻ? നമുക്ക് തിരിച്ചു പോകാം, നിധി പറഞ്ഞു. ഉറപ്പായിട്ടും എന്തെങ്കിലും വഴിയുണ്ടാകും. ഞാനത് കണ്ടുപിടിക്കുകയും ചെയ്യും. എന്നിട്ട് ആധാർ കാർഡ് ഇയാൾക്കെടുത്ത് തരികയും ചെയ്യും, സുധീഷ് പറഞ്ഞു. സുധീഷും നിധിയും വീട്ടിലെത്തി. ഭാസ്കരൻ ഒരു കല്യാണ ബ്രോക്കറുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കൂടെ നികേഷും ഉണ്ടായിരുന്നു. നിധിയും സുധീഷും വന്ന ഉടനെ ഭാസ്കരൻ അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ പറഞ്ഞ് അവിടെ നിന്ന് പോയി. ബ്രോക്കർ പറഞ്ഞു, കുട്ടി നിങ്ങളറിയുന്ന ആൾ തന്നെയാ. നമ്മൾ ഒരിക്കൽ പോയി കണ്ടതാ ആറ്റിങ്ങലടുത്ത്. അന്ന് നടക്കില്ലെന്ന് പറഞ്ഞെങ്കിലും അവർക്കിപ്പോൾ വീണ്ടും ആലോചിക്കുന്നതിൽ വിരോധമില്ല. ആ പെൺകുട്ടിയും നിങ്ങളുടെ സുഭാഷും തമ്മിൽ ഒരു തവണ മീറ്റ് ചെയ്തിരുന്നു. ആ കുട്ടി എന്നോട് പറഞ്ഞതാ. ആ കുട്ടി ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു. അതിന് ഓക്കെ ആണെങ്കിൽ അവർക്ക് ഈ വിവാഹത്തിന് തയ്യാറാ. എന്ത് കണ്ടീഷൻ? സുധീഷ് ചോദിച്ചു. അത് നിങ്ങളുടെ സുഭാഷിനോട് തന്നെ ചോദിക്കേ. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ പറ, നമുക്ക് ആലോചിക്കാം, ബ്രോക്കർ പറഞ്ഞിട്ട് പോയി. രാത്രി സുഭാഷ് വരാൻ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. സുഭാഷ് വന്നതും സുധീഷ് ചോദിച്ചു, ഞങ്ങളറിയാത്ത രഹസ്യങ്ങളുമുണ്ട് സുഭാഷേട്ടൻ്റെ ജീവിതത്തിൽ അല്ലേ? സുഭാഷേട്ടൻ ഒരു പെൺകുട്ടിയെ തനിയെ പോയി കണ്ട് സംസാരിച്ചിരുന്നോ? ഈ ചോദ്യം കേട്ട് സുഭാഷ് ചോദിച്ചു, ഞാനോ? ഒറ്റയ്ക്കോ? ഏതു പെൺകുട്ടിയെ? ആറ്റിങ്ങലിനടുത്ത് അന്ന് നമ്മളൊരു പെൺകുട്ടിയെ കാണാൻ പോയില്ലേ? ഹരീഷ് ചോദിച്ചു. ആ, ഇപ്പോൾ ഓർമ്മ വന്നു. ആ കുട്ടിയെ സുഭാഷേട്ടൻ ഒറ്റയ്ക്ക് പോയി കണ്ടിരുന്നോ? സുധീഷ് ചോദിച്ചു. അതിലിപ്പോൾ എന്താ കാര്യം? അന്ന് അവിടെ പോയി വന്നതിന് ശേഷം പെട്ടെന്നൊരു ദിവസം ആ കുട്ടി വിളിച്ചിട്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പോയി കണ്ടു, അത്രേ ഉള്ളൂ, സുഭാഷ് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടി എന്തു പറഞ്ഞു? എല്ലാവരും ചോദിച്ചു. അതിപ്പോൾ കഴിഞ്ഞിട്ട് മാസങ്ങൾ ഒരുപാടായില്ലേ, ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് സുഭാഷ് മുറിയിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ നിധിയും സുധീഷും ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി. നിധിയെ ചൂണ്ടിക്കാണിച്ച് ബ്രോക്കർ പറഞ്ഞു, ഇത് സുധീഷിന്റെ വൈഫാണ്. ഈ അടുത്ത വിവാഹം കഴിഞ്ഞത്. ഉവ്വ, മനസ്സിലായി. വൈറൽ കല്യാണമായിരുന്നില്ലേ, വാർത്തയിൽ കണ്ടു, പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. അപ്പോഴേക്കും പെണ്ണിന്റെ അമ്മ ചായ കൊണ്ടുവന്നു. അച്ഛൻ പെണ്ണിനെ വിളിച്ചു. ആ പെൺകുട്ടി എല്ലാവർക്കും ചായ കൊടുത്തു. നിധി പെൺകുട്ടിയോട് ചോദിച്ചു, കവിത എന്നല്ലേ പേര്? അന്ന് വന്നിട്ട് പോയപ്പോൾ നിങ്ങൾക്ക് ഓക്കെ അല്ലെന്നാ പറഞ്ഞത്. ഇപ്പോൾ ഈ ചേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചാ ഞങ്ങൾ വന്നത്. ഏതോ കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു, സുധീഷ് ചോദിച്ചു. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതന്ന് ഞങ്ങൾ സുഭാഷിനോട് പറഞ്ഞതാ. ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒരു പ്രശ്നവുമില്ലായിരുന്നു, പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. സുഭാഷേട്ടൻ ഞങ്ങളുടെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നു. കണ്ടീഷൻ എന്ന് കേട്ടപ്പോൾ ആദ്യം അത് എന്താണെന്ന് അറിയാമെന്ന് കരുതിയാ ഞങ്ങൾ വന്നത്, സുധീഷ് പറഞ്ഞു. അങ്ങനെയാണോ? നിങ്ങൾ സുഭാഷായിട്ട് ആദ്യം വന്നപ്പോൾ തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ തെറ്റായി എടുക്കരുത്, നാട്ടിൽ നിങ്ങളുടെ കുടുംബത്തെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അത്ര നല്ല പേരല്ല കേട്ടത്. പക്ഷേ സുഭാഷിനെക്കുറിച്ച് ആരും മോശം പറഞ്ഞില്ല. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് താനും. സുഭാഷിന് കവിതയെ കെട്ടിച്ചു കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ആ വീട്ടിലേക്ക് അയക്കില്ല, പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞു. ഈ വിഷയമായതുകൊണ്ട് നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്, ബ്രോക്കർ പറഞ്ഞു. അത് വീട്ടിലേക്ക് അയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ? സുധീഷ് ചോദിച്ചു. കല്യാണം കഴിഞ്ഞാൽ വേറെ വീടെടുത്ത് മാറുകയാണെങ്കിൽ ഞങ്ങൾ ഓക്കെ ആണെന്നാ അച്ഛൻ ഉദ്ദേശിച്ചത്, കവിത പറഞ്ഞു. നിങ്ങളിൽ നിന്ന് ചേട്ടനെ പിരിച്ചു മാറ്റണം എന്ന് കരുതിയിട്ടില്ല. പക്ഷേ ആ വീടിനെ പറ്റി ആളുകൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ, പെണ്ണിൻ്റെ അമ്മ പറഞ്ഞു. ആളുകൾ എന്തും പറയട്ടെ, പക്ഷേ നിങ്ങളത് കാര്യമാക്കേണ്ട. ഞാൻ ആ വീട്ടിലല്ലേ താമസിക്കുന്നത്, എനിക്കറിഞ്ഞൂടെ? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു പ്രശ്നം അവിടെയില്ല, നിധി പറഞ്ഞു. ആയിരിക്കാം, പക്ഷേ അങ്ങനെയൊക്കെ കേട്ടിട്ടും അവിടേക്ക് കല്യാണം കഴിച്ചയച്ചാൽ ഒരു വിഷമം. നിങ്ങളുടെ വീടിനടുത്ത് തന്നെ മറ്റൊരു വീടെടുത്താലും മതി. എന്നും വന്നു പോകുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ താമസിക്കുന്നത് വേറെ ആകണം. വീട് വേറെയാണെങ്കിലും കുടുംബം ഒന്ന് തന്നെയാണല്ലോ. ഇത് ഓക്കെ ആണെങ്കിൽ അടുത്ത ആഴ്ചയെങ്കിൽ അടുത്ത ആഴ്ച നിശ്ചയം നടത്താൻ ഞങ്ങൾ റെഡിയാണ്, പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. അത് സുഭാഷേട്ടൻ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല, സുധീഷ് പറഞ്ഞു. ഞാനിത് നേരത്തെ സുഭാഷിനോട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ പറ്റില്ലെന്ന് അന്നേ സുഭാഷ് പറഞ്ഞതാ, പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞു.
ഇത് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ പോരെ? സുധീഷ് ചോദിച്ചു. മതി, ധാരാളം മതി, പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തി ഈ കാര്യം സുധീഷും നിധിയും എല്ലാവരോടുമായി പറഞ്ഞു. എല്ലാവർക്കും അത് കേട്ടപ്പോൾ വല്ലാതെ വിഷമമായി. എങ്കിലും അവസാനം എല്ലാവർക്കും വേണ്ടി സുഭാഷിൻ്റെ ജീവിതം ഇങ്ങനെ പാഴാക്കാൻ ഇടയാവരുത് എന്ന് അവർ ഒരു തീരുമാനത്തിലെത്തി. അടുത്ത എപ്പിസോഡിൽ ഈ കാര്യം എല്ലാവരും കൂടി സുഭാഷിനോട് പറയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബായ്.